സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓണം സ്പെഷ്യലിൽ കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിലൊരു സിനിമ കണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സിനിമയുടെ അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ 2 ദിവസത്തോളമായി. നമ്മൾ തിരുവോണത്തിന് അന്നാണ് ഞാൻ പോയി കണ്ടത്. ബട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. തിരക്കുകളൊക്കെ ആയിരുന്നു ഓണത്തിൻ്റെ. ഇതാണ് തിരക്കുകളൊക്കെ ഒന്ന് മാറി വന്നത്. സോ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനും അത്യാവശ്യം നന്നായിട്ടൊക്കെ അടിച്ചു പൊളിച്ചെന്നൊക്കെ പറയാം. സോ അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ദിസ് മീ യുവർ ബ്രദർ ആദി ആൻഡ് ടുഡേ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ARM അല്ലെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷണം. സോ ഗൈസ്, ARM അല്ലെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷണം. സോ ഗൈസ്, ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ജിതിൻ ലാൽ എന്ന് പറയുന്നൊരു മച്ചാനാണ്. ഏകദേശം പുള്ളി ഒരു 8 വർഷത്തോളം നിന്നിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. നീണ്ടു പോവുകയായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ സ്വന്തം ടൊവിനോ തോമസ്. പുള്ളിയെക്കുറിച്ച് കുറച്ച് പറയണം. സിനിമ എങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു പുള്ളിയുടെ ക്യാരക്ടേഴ്സിലോട്ട് തന്നെ വരാം. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവല് സിനിമ. ആൻഡ് എന്താ പറയുക, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് സ്റ്റോറി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നല്ല ഒരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ലെവൽ സ്റ്റോറിയാണ്. നമുക്ക് കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ തന്നെയും സിനിമയുടെ എക്സിക്യൂഷൻ ലെവൽ വേറെ ലെവലാണെന്ന് തന്നെ പറയണം. എസ്പെഷ്യലി മേക്കിങ് ഒരു രക്ഷയില്ല. അതേപോലെ തന്നെയാണ് VFX വർക്കുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആണെങ്കിലും എല്ലാം വേറെ ലെവലിൽ തന്നെ പറയണം. നമ്മൾ കുഞ്ഞിലെ പോലെ തന്നെ ഒരുപാട് മുത്തശ്ശി കഥകൾ കേൾക്കുന്നതാണ്. ഈ മുത്തശ്ശി കഥകളെ തന്നെ നമ്മളൊരു ബിഗ് സ്ക്രീനിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ടോട്ടലി ഒരു ഫാൻറ്റസി മൂവി എന്ന് തന്നെ പറയണം. ഒരുപാട് ഫാൻറ്റസി ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ ഈ ഒരു സിനിമയെ ഡിഫറെൻ്റ് ആക്കുന്നത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു സ്റ്റോറിയുടെ കാര്യങ്ങളല്ല. നമ്മൾ പറഞ്ഞിട്ട് സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റോറിയാണ്. ബട്ട് ഇതിൻ്റെ എക്സിക്യൂഷൻ വൈസ് വേറെ റേഞ്ചാണ്. ഓരോരോ ആൾക്കാരും അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. എക്സ്പെഷ്യലി പറയേണ്ടത് നമ്മുടെ സ്വന്തം ടൊവിനെ തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ടൊവിന് ഈ ഒരു സിനിമയിൽ 3 വേഷങ്ങളായിട്ടാണ് വരുന്നത്. 1 കേളു എന്ന് പറയുന്ന ക്യാരക്ടർ, 2 മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ, 3 അജയൻ. ഈ 3 ക്യാരക്ടേഴ്സിനും 3 രീതിയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല ഈ 3 ക്യാരക്ടേഴ്സും ചെയ്തേക്കുന്ന ഒരാളാണെന്ന്. കാരണം അത്രയ്ക്കധികം അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിലാണെങ്കിലും അവരുടെ മാനറിസത്തിലാണെങ്കിലും ബിഹേവിയറിലെല്ലാം അത്രയ്ക്ക് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഇതുപോലെ ടൊവിനോട് ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പുള്ളി ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് വരെ പങ്കെടുത്തിട്ടുണ്ട്. പുള്ളി അങ്ങനെ പോകുന്നൊന്നുമല്ല, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പുള്ളി ആക്ടിങ് വർക്ക്ഷോപ്പിന് വരെ അറ്റൻഡ് ചെയ്തെന്നുള്ള കാര്യം. അത് എന്തിന് അറ്റൻഡ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഒരു സിനിമയെന്ന് പറയുന്നത്. ബിക്കോസ് ആ 3 ക്യാരക്ടേഴ്സും അത്രയ്ക്കധികം ഡിഫറൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല ടൊവിനോ എന്ന് പറയുന്നൊരു മനുഷ്യനാണ് ഈ 3 ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ളത്. കാരണം അത്രയധികം ഡിഫറൻസ് ഉണ്ട് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ, അവർ ചെയ്യുന്ന രീതിയിൽ, അവരുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ഭാവത്തിൽ, നടത്തത്തിൽ പോലും നമുക്കൊരു ഡിഫറൻസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. സോ ഈ 3 ക്യാരക്ടേഴ്സിൽ തന്നെ ഭയങ്കര സ്ക്രീൻ ടൈം കുറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു കേളു എന്ന് പറയുന്നത്. എന്നാൽ വന്നിട്ടുള്ള ഒരു സ്ക്രീൻ ടൈമിൽ തന്നെ വേറെ റേഞ്ചിലോട്ട് തന്നെ ആ ക്യാരക്ടർ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻ ദ സ്റ്റാർട്ട് ടു എൻഡ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അജയൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറിന് ഇമോഷണൽ വൈസ് ആണെങ്കിലും ഒരു കോമഡി സീക്വൻസ് ആണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും വേറെ ലെവൽ തന്നെയാണ് അജയൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സിനിമ മൊത്തത്തിൽ ഒരു ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് അത് മണിയൻ തന്നെയാണ്. ആ വന്നിട്ടുള്ള ടൈമുകളിലെല്ലാം ഒരു എന്താ പറയുക, വേറെ റേഞ്ചിലോട്ടാണ് ഈ ക്യാരക്ടർ പൊക്കോണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് അന്യായ സാധനം തന്നെയായിരുന്നു. ആ റേഞ്ചിലാണ് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുള്ളത്. എക്സ്പെഷ്യലി ഇതിൻ്റെ അകത്ത് ഓരോ സീനുകളിലും വീണ്ടും കാണണം എന്ന് നമുക്ക് ആഗ്രഹം തോന്നുന്നതും ഈ മണിയൻ്റെ സീക്വൻസുകൾ തന്നെയാണ്. ഈവൻ ഈ പറയുന്ന പോലെ തന്നെ മണിയനെ ബേസ് ചെയ്ത് ഒരു സോളോ പ്രോജക്റ്റ് തന്നെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം ആ പൊട്ടൻഷ്യൽ ഉണ്ട് ആ ഒരു ക്യാരക്ടറിന്. അത്രയ്ക്കധികം എന്താ പറയുക, ബ്രില്യൻസ് ആണെങ്കിലും ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആക്ടിങ് റേഞ്ചൊക്കെ വേറെ റേഞ്ചാണ്. അതിൻ്റെ അകത്ത് ഈവൻ നമ്മൾ ട്രെയിലറിൽ കാണുന്നൊരു സീക്വൻസ് ഉണ്ട്, ഒരു പോലീസുകാരനായിട്ടുള്ള ആ സമയത്തെ ഒരു ഡയലോഗും ആ ഒരു മാനറിസും ആ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വേറെ റേഞ്ചാണ് ആ സാധനം. അത് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സംഭവം മനസ്സിലാവത്തുള്ളൂ. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സിനിമയിലെ ആക്ഷൻ സീക്വൻസുകൾ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ശരിക്കും ടൊവിനോ ഈ പറയുന്ന പോലെ കളറിങ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പുള്ളിക്ക് വേണ്ടി ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഗുരുക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. സോ ആ ഒരു എഫേർട്ട് ഈ ഒരു സിനിമയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായി സാധിക്കും. ആൻഡ് അതേപോലെ തന്നെ എടുത്തു പറയണം, ഈ ഒരു സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സും VFX വർക്കുകളും എല്ലാം വേറെ റേഞ്ച് തന്നെയാണ്. ഇതൊരു മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു പൊന്തൂലാണ് ഈ ഒരു സിനിമയെന്ന് തന്നെ പറയണം. ബിക്കോസ് ഇങ്ങനത്തെ പടങ്ങളും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കും. ആൻഡ് ഈ പറയുന്ന പോലെ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇനി ഇറങ്ങാതിരിക്കുന്ന കുറച്ച് സിനിമകളിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമകളിലൊന്ന് തന്നെയായിരുന്നു അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ARM എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്.
സോ ഗൈസ് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട സാധനമാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ള 1-2 ഒരു ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അതിലെ എടുത്തു പറയണം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എന്തായാലും പറഞ്ഞേ പറ്റുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ട്രഷർ ആൻഡ് സീക്വൻസ്. എന്ന് വെച്ചാൽ ട്രഷർ ആൻഡ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോഴും എന്താ പറയുക, നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുള്ള സാധനങ്ങൾ അതിൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ ഫ്രഷായിട്ട് തോന്നിയൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു നവഗ്രഹ പൂട്ട് എന്നൊക്കെ പറയുന്നൊരു സാധനം. അത് വേറൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു സിനിമയിലാണ് ഫസ്റ്റായിട്ട് ഞാൻ കാണുന്നത്. ഇനി ആരും കണ്ടിട്ട് ഓർമ്മ വന്നാത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നത്. ആ ഒരു സാധനം ഭയങ്കര ഫ്രഷായിട്ട് തോന്നി. അതുപോലെ ഇതിനകത്ത് ഒരു 1-2 സാധനങ്ങളുണ്ട്. ഇതിനകത്തൊരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ സ്ഥിരം ഒരു ക്ലീശ സാധനമുണ്ട്. നായകനും നായകൻ്റെ ഓപ്പണൻറ്റും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് റൗണ്ട് തോക്കുന്നു, സെക്കൻഡ് റൗണ്ട് തോക്കുന്നു, മൂന്നാമത്തെ റൗണ്ട് ആകുമ്പോഴത്തേക്ക് നായകൻ മോട്ടിവേറ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ ഓപ്പണൻറ്റിനെ അടിച്ച് വീഴ്ത്തുന്നു. ഈ സാധനം എൻ്റയർ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഈ സിനിമയ്ക്കകത്ത് ചില ആക്ഷൻ സീക്വൻസുകൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര നൈസായിട്ട് തോന്നി എനിക്ക്. ആൻഡ് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് വേറെ ലെവല് തന്നെയാണ്. ആൻഡ് ഈ ഒരു സിനിമ മൊത്തത്തിൽ ഇപ്പോൾ 2 രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, 2D ആയിട്ടും 3D ആയിട്ടും. എനിക്ക് ഇവിടെയാണ് ഒരു കാര്യം പറയാനായിട്ടുള്ളത്. ഞാൻ കണ്ട 3Dയിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ല തന്നത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ കണ്ട തിയേറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ വെച്ച 3D ഗ്ലാസിൻ്റെ ഒക്കെ കുഴപ്പങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം എനിക്ക് കിട്ടിയ 3D ഗ്ലാസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡിസ്പോസിബിൾ ചെയ്യാൻ പറ്റുന്നൊരു ഗ്ലാസ്സാണ്, റീയൂസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഗ്ലാസ്സാണ്. എന്താ പറയുക, ആ ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3D വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല. എങ്ങനെയാണോ നമ്മൾ 3D ഗ്ലാസ് വെക്കാതെ സ്ക്രീനിൽ കാണുന്നത് ആ രീതിയൊക്കെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദം എനിക്ക് ആ ഗ്ലാസ് വെച്ചിട്ടും കാണാനായിട്ട് സാധിച്ചുള്ളൂ. ആ ഒരു 3D എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ആ ഗ്ലാസ് വെച്ചിട്ട് കിട്ടില്ല. എനിക്കിനി ആ തിയേറ്ററിൻ്റെ കുഴപ്പമാണോ അതോ ഇനി 3Dയുടെ കുഴപ്പമാണോ എന്ന് അറിഞ്ഞുകൂടാ. മിക്കവാറും 3Dയുടെ കുഴപ്പം തന്നെ ആവാനാണ് ചാൻസ്. ബിക്കോസ് ഞാൻ ആ ഒരു തിയേറ്ററിൽ കൂടെ പോയി സിനിമ കാണുന്നതാണ്. അപ്പോൾ അന്നേരമൊന്നും എനിക്ക് ഈ ഒരു പ്രശ്നങ്ങളുണ്ടായില്ല. അവിടെ തന്നെ ഞാൻ വേറെ 3D പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളതും കൂടാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു 3D ഗ്ലാസിൻ്റെ കുഴപ്പം തന്നെ ആയിരിക്കും. 3D ഗ്ലാസ് വെച്ചിട്ട് പോലും എനിക്കിത് ആ 3D ഗ്ലാസ് വെക്കാത്തൊരു ഫീലാണ് എനിക്ക് ആക്ച്വലി കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതൊരു മികച്ച എക്സ്പീരിയൻസ് ഒന്നും പറയാൻ സാധിക്കില്ല എനിക്ക് 3D എന്ന് പറയുന്നത്. ആൻഡ് സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും പലരും ഈ ഒരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് ഞാൻ സിനിമ കാണാൻ വേണ്ടി പോയത്. ബ്രദറും ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. സോ നിങ്ങൾ ഏകദേശം നല്ലൊരു തിയേറ്ററിൽ നല്ല 3D എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല തിയേറ്ററിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു വിട്ടത് അത്യാവശ്യം നല്ല ഒരു 3D തിയേറ്ററിലോട്ട് തന്നെയായിരുന്നു. ബിക്കോസ് എനിക്ക് ഈ ഒരു അബദ്ധം പറ്റി. അത് സാധാരണ എങ്ങനെ പറ്റുന്നതല്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇപ്രാവശ്യത്തെ 3D കന്നഡയുടെ ഒരു കുഴപ്പം തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ 3Dയിൽ ഈ ഒരു സിനിമ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമ 2Dയിൽ കണ്ടാലും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് 2Dയിൽ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ 3Dയിൽ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിക്കോസ് നല്ലൊരു അഭിപ്രായം അല്ല എനിക്ക് കിട്ടിയത്. ഇനി എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. സോ അതൊന്നറിയാൻ വേണ്ടിയാണ്. 3Dയിൽ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് സിനിമ വൈസ് ഒരു വേറെ ലെവൽ സിനിമ തന്നെയാണ് ARM എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമകൾ കൂടിയാണ്. ആൻഡ് ഇതുകൂടാതെ ഇനിയും 2 സിനിമകൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. അതും ഇനി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പോകാൻ പറ്റുവാണെങ്കിൽ പോയിട്ട് വീണ്ടും അതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത്യാവശ്യം തിരക്കുകളുണ്ട് ഇപ്പം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ എന്നുള്ളത് എന്നെ വിളിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് തീർച്ചയായും എത്തുകയുള്ളൂ. സോ ഇതിൽ നല്ലൊരു എപ്പിസോഡ് കാണാതെ പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി സൈൻ ഔട്ട് വിത്ത് AK Spoke മലയാളം.